ഇന്ന് പറയാൻ പോകുന്നത് ഇൻവെന്ററി ഇല്ലാത്ത ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാലിയിൽ എൻട്രി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഇൻവെൻട്രി ഉള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്തിട്ട് എടുത്തോളും. പക്ഷേ നമ്മളുടെ ഫേം അക്കൗണ്ട്സ് ഓൺലി ആണെന്ന് വിചാരിക്കുക, നമ്മൾ ലെഡ്ജേഴ്സ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ, ഇൻവെൻട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനുവലി നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് മാനുവലി നമ്മൾ ടാലിയിൽ എൻട്രി ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഓൾറെഡി ഇൻവെൻട്രി ഇല്ലാത്ത ഒരു ബിസിനസ്സിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എൻട്രി എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വിവിധ തരം ഷോപ്പുകളിൽ എങ്ങനെയാണ് ടാലി യൂസ് ചെയ്യുക, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് ചെയ്തിട്ടുണ്ട്, ടാലിയിലെ എല്ലാ ഓപ്ഷൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫേം എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ ഇൻവെൻട്രി ഇല്ല. അപ്പോൾ ഇൻവെൻട്രി ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മളുടെ മുകളിലെ കമ്പനിയിലേക്ക് പോയി ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മെയിൻറ്റെയിൻ ഇൻവെൻട്രി എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ഇൻവെൻട്രി എന്നുള്ള ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തതൊരു ഓപ്ഷൻ ചോദിക്കും, ഇൻറ്റിഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. അപ്പോൾ ഇത് രണ്ടും എല്ലായ്പ്പോഴും യെസ് ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ലെഡ്ജേഴ്സ് മാത്രമുള്ളതാണ്, ഇൻവെൻട്രി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിത് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് GSTയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. അതിലെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ Alt F1 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണുന്നില്ല. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണാനല്ലോ. ഈ റൈറ്റ് സൈഡിലെ സെയിൽസ്, അടിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ എന്താണ്, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന് എൻട്രി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ലെഡ്ജർ മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് വരുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇനി ബാലൻസ് ഷീറ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലും എന്താണ്, ഇവിടെ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടില്ല. സാധാരണ കറണ്ട് അസറ്റ്സിൻ്റെ അണ്ടറിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജറിൻ്റെ പേരടിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് അടിച്ചു. അപ്പോൾ ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാലിയിൽ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണിക്കും സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ളതിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയാണ് നമുക്ക് ബാലൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബാലൻസ് കൊടുക്കാതിരുന്നത്. ഇവിടെ എന്താ കാണിക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ബാലൻസാണ് കൊടുക്കേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടി എസ്കേപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾട്ടർ ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് സെലക്ട് ചെയ്തെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും, ആദ്യം ഫസ്റ്റിൽ ഇവിടെ ചോദിക്കുന്നത് എന്താണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അല്ല കൊടുക്കേണ്ടത്, ക്ലോസിംഗ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടി എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് കാണിക്കണം. നമുക്ക് ലാസ്റ്റ് ഡേറ്റിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഇയർ ക്ലോസ് ചെയ്യുന്ന അന്നാണ് നമ്മൾ ഇത് കാണിക്കുക. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? 31/3 എന്നുള്ളത് കൊടുത്തു. ഇവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കേണ്ടത്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 16,000 കൊടുത്തു. 16,000 കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന് എമൗണ്ട് അടിച്ചു കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ Alt F1 പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എമൗണ്ട് ഇവിടെ വന്ന് കിടക്കണില്ല.
ലെഡ്ജറോട് വന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് അഫക്റ്റ് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡേറ്റ് കിടക്കുന്നത് ഇവിടെ ഇപ്പോൾ 2/4 ഇവിടെ ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്? 31/3 അപ്പോൾ ആ ഡേറ്റിലല്ലേ അത് ആക്റ്റീവ് ആവേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡേറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ 31/3 എന്നുള്ളത് അടിച്ചു കൊടുത്തു, ഇവിടെയും 31/3 എന്നുള്ളത് അടിച്ചു കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് 16,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്താണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്താണ് എമൗണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡേറ്റ് എന്ത് കൊടുക്കണം? 31/3 എന്നുള്ളത് കൊടുക്കണം. 31/3 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ക്ലോസിംഗ് സ്റ്റോക്കാണ് പറഞ്ഞിട്ട് ഇവിടെ 16,000 വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് മാനുവലി എൻ്റർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.